ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ഉണ്ടാ. നമ്മൾ ഒരു ആക്ഷൻ ക്യാമറ ഓർഡർ ചെയ്തിട്ടുണ്ട്. DJI ആക്ഷൻ ക്യാമറ 2 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആമസോണിൽ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എങ്ങനെയുണ്ട് നോക്കാം. ഈ ക്യാമറ എനിക്ക് ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു യൂസൊക്കെ നല്ല ചെറിയ ക്യാമറയാണ്. അതുപോലെ ഭയങ്കര ക്വാളിറ്റി വീഡിയോസ് ഇത് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ റിവ്യൂവിൽ നന്നായിട്ട് കണ്ടതാണ്. പക്ഷേ ഇതിനൊരു ചെറിയൊരു ഫെയിലിയർ കൂടി ഉണ്ട്, അതും അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിവ്യൂ ഞാൻ കണ്ടു. അതുപോലെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത് ഇറങ്ങുന്ന സമയത്ത് 50,000 രൂപയാണ്. ഇപ്പോൾ ഇതിന് ഞാൻ വാങ്ങിയത് 15,000 രൂപയ്ക്കാണ്. എനിക്ക് ആമസോണിൽ 15,000 രൂപയ്ക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് 50,000 രൂപയുടെ സാധനം 15,000 രൂപയ്ക്ക് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇഷ്യൂ ഉണ്ട്. ഇതിനൊരു മെയിൻ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ അത് പറയാം. ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂ. അതായത് ഈ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു 4K അങ്ങനെയൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഈ സാധനം ഹീറ്റാവും. അങ്ങനെ ഒരു റിവ്യൂ ഞാൻ നന്നായി കണ്ടു. അതുപോലെ ഹീറ്റാവും മാത്രമല്ല, ഇത് ഓഫായി പോവുകയും ചെയ്യും. ഓവർ ഹീറ്റൊക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫായി പോകും. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ 2 ബോക്സസ് വരുന്നുണ്ട്. ഒന്ന് ആക്സസറി, ഒന്ന് ക്യാമറ വരുന്ന സാധനങ്ങളാണ്. കാരണം തന്നെ ആക്സസറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആക്സസറിയിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് നമ്മളെ നെക്ക് ബാൻഡ് പോലെ ക്യാമറ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ മാല പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ ക്യാമറ ഹാങ് ചെയ്തിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ക്യാമറ ഇപ്പോൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ട് പോകാൻ കുറ്റകരമാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എക്സസൈസ് വരുന്നത് ഇതിങ്ങനെ ഒരു ബെൽറ്റ് പോലെ വരുന്ന സാധനമാണ്. നമുക്കിത് ടൈറ്റ് ഇതിൽ എലാസ്റ്റിക് പോലെ വലിയുന്നുണ്ട്. അപ്പോൾ നമുക്കത് അതിൽ ക്യാമറ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഹെൽമെറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ തലയിലോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പോകാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്ത എൻ്റെ ചാർജറാണ്. USB കേബിളാണ്, C ടൈപ്പ്. പിന്നെ അടുത്ത് നമുക്കിത് വ്ളോഗ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഹാൻഡിലോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധനമാണ്. മാഗ്നറ്റിക് ആണ് കേട്ടോ. അതും ആക്സസറീസ് നമുക്ക് ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ക്യാമറയുടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാമറയുടെ ബാറ്ററി മൊഡ്യൂളും അതുപോലെ അതിൻ്റെ ഒരു കേസാണ്. ഒരു മാജിക് പ്രൊട്ടക്ട് കേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഇത് വരുന്നത്. നമുക്ക് ബാറ്ററി എങ്ങനെയുണ്ട് നോക്കാം. ഇതൊരു മെറ്റലാണ് പാർട്സ്. അതുപോലെ തന്നെ നമുക്കിത് ബാറ്ററി മാത്രമല്ല, ഇതിനകത്ത് USB ചാർജ് കുത്തുന്നത് ഇതിനകത്ത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ SD കാർഡ് ഇടാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാം. ഇതിനകത്തൊരു മാഗ്നറ്റിക് പവർ കൂടി ഉണ്ട് കേട്ടോ. അതെവിടെ വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. അടുത്ത് നമുക്ക് ക്യാമറ നോക്കാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കേസ് കൂടി ഉണ്ട്. അതും ഇതുപോലെ മാജിക് പ്രൊട്ടക്റ്റീവ് കേസ് തന്നെ പറയാം. ഇതൊരു ഫൈബർ പാർട്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ കണ്ടത്. ഇതാണ് നമ്മുടെ ക്യാമറ. വളരെ ചെറുതാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ചെറിയ ക്യാമറയാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചൂടാവുന്നൊരു ഇഷ്യൂ വരുന്നത്. എന്നാലും നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും അത് വർക്ക് ചെയ്തതിൻ്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഭയങ്കര ഫീലാട്ടോ. എപ്പോഴും പുതിയ ക്യാമറ അല്ലെങ്കിൽ പുതിയൊരു സാധനം വാങ്ങി ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് വേറെ തന്നെയാണ്. DJ എന്നൊക്കെ എഴുതിയ നല്ല മോഡലുണ്ട് ഈ സാധനം കാണാനായിട്ട്. അതുപോലെ ഈ ഒരു മൊഡ്യൂളിനകത്തും ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് ആ ബാറ്ററി മൊഡ്യൂൾ നമുക്ക് ഇതിനെ അറ്റാച്ച് ചെയ്യാനും പറ്റും. നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ഓൺ ആക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബാറ്ററി കേസ് ഇല്ലാതെ തന്നെ ഇത് ഓൺ ചെയ്യാം. ഏകദേശം 20-25 മിനിറ്റോളം ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ക്യാമറ മൊഡ്യൂൾ മാത്രമാണ് നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് വരുന്നത്. ബാറ്ററി മൊഡ്യൂൾ വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഈ ബാറ്ററി മൊഡ്യൂൾ കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1.25 മണിക്കൂറോളം നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അവർ പറയുന്നുണ്ട്. അത് നമ്മൾ ഏത് റെസൊല്യൂഷനിൽ ഇടുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവർ പറയുന്നത് 4Kയിൽ അത്ര കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയ റിവ്യൂസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യേണ്ടത്.
കണ്ടിടത്തോളം ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും റിവ്യൂസ് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം.